ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കിടത്തം എന്ന് പറയുന്ന ഒരു പൊസിഷനിലൂടെ ഒരു മരുന്നാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ മരുന്നിന്റെ പ്രത്യേകത, ഇതിന് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല. നിങ്ങൾ വലതുവശം ചെരിഞ്ഞ് കിടക്കുന്നവരാണോ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുന്നവരാണോ? നമ്മുടെ കിടത്തത്തിന്റെ പൊസിഷനിൽ തന്നെ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ചികിത്സയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഒന്ന് പരിശോധിക്കാം. നമ്മൾ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഏതൊക്കെ നിലക്കാണ് കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ചിത്രത്തിൽ കാണുന്ന പ്രകാരം നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടക്കുന്ന പ്രകാരം നമ്മുടെ ശ്വാസകോശം നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഹൃദയം നിൽക്കുന്നത് ഇടത്തെ ഭാഗത്ത്. ശ്വാസകോശം സെൻട്രലാണെങ്കിൽ ഇടത്തെ ഭാഗത്തായിട്ട് നമ്മുടെ ഹൃദയം നിൽക്കുന്നുണ്ട്. അതേ ഭാഗത്ത് ഒരു താഴെയായിട്ട് നമ്മുടെ ആമാശയം നിൽക്കുന്നുണ്ട്. വലതുവശത്ത് ഈ ശ്വാസകോശത്തിന്റെ താഴെ ഭാഗത്തായിട്ട് നമ്മുടെ ലിവർ കിടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം സെൻട്രലായിട്ട് നമ്മുടെ ഡയഫ്രം കിടക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇത് എന്തിന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലത്തെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ള ഒരാളാണോ, ഇത്തരം ആളുകൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു റിസ്ക്കും ഇല്ലാത്ത ഒരു ടിപ്പാണ് ആക്ച്വലി ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് വലത് ചെരിഞ്ഞ് കിടക്കുന്ന ആളുകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് വലത് ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം ഒന്നേ ഉള്ളൂ, ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞ ബലം ഉണ്ടല്ലോ, അതായത് താഴോട്ടുള്ള ബലം. നമ്മുടെ എന്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ താഴോട്ടായിരിക്കും, അതിന്റെ പ്രഷർ ഉണ്ടായിരിക്കില്ല. ഇവിടെ വലതുവശം ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് ഒരുപാട് കുറവായിരിക്കും. അതായത് ശ്വാസകോശ സംബന്ധമായുള്ള ബുദ്ധിമുട്ടുള്ള ഒരാള് അവർ വലത് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വലത് ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ശ്വാസകോശത്തിന്റെ വലിയ ഭാഗം താഴ്ഭാഗത്തും ചെറിയ ഭാഗം മുകൾ ഭാഗത്തും ഹൃദയവും അതുപോലെ തന്നെ നമ്മുടെ ആമാശവും മുകളിലായിട്ടും ഇങ്ങനെ ആയിട്ടും കിടക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വികസിക്കാനും ചുരുങ്ങാനും ഈ ചെറിയ ശ്വാസകോശം സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി കംഫർട്ട് ആർക്കായിരിക്കും, ഈ വലിയ ശ്വാസകോശത്തിനായിരിക്കും. കൂടുതൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ശ്വാസകോശത്തിന് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല ആ ഭാഗം കുറച്ച് ഫ്രീ ആണ്. നമ്മൾ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ പറയുന്ന രീതിയിലേക്ക് ഈ വലതുവശം എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, വലതുവശം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ശ്വാസകോശം കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയിട്ടുള്ള കേജാണ്. നമ്മുടെ കേജ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ കൂടുതൽ ഞെരുങ്ങാനും മുറുങ്ങാനും ഒന്നുമില്ല ആക്ച്വലി. അപ്പോൾ അത് നേരെ തിരിച്ചാലോചിച്ച് നോക്കിയാൽ മതി. നാം ഇടത് ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിലോ, അതായത് നമ്മുടെ ഹൃദയം കിടക്കുന്നുണ്ട്, ആ ഭാഗത്തിന് ശ്വാസകോശം കിടക്കുന്നത്, അതിന് തൊട്ട് താഴത്തായിട്ട് നമ്മൾ എന്ത് കിടക്കുന്നത്, നമ്മുടെ ആമാശയം കിടക്കുന്നത്. അപ്പം മുകളിലുള്ള ശ്വാസകോശത്തിന്റെ പ്രഷറും അതുപോലെ തന്നെ മറ്റുള്ള അവയവങ്ങൾ കേജിന്റെ പ്രഷറും, ഈ കേജ് കുറച്ചുകൂടെ കംപ്രസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇടത് ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഞെരിഞ്ഞിട്ട് ഈ നമ്മുടെ ശ്വാസകോശത്തിന് വലുതായി വികസിക്കാനും ചുരുങ്ങാനും വല്ലാണ്ട് കഴിയാതെ വരും. ഓക്കെ, അതുകൊണ്ട് വലത് ചെരിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ ശ്വാസകോശം കൂടുതൽ വികസിക്കാനും മാക്സിമം എയർ ഓക്സിജൻ ഉള്ളിലോട്ട് വലിക്കാനും വിടാനും കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് ലഭിക്കാനും പെട്ടെന്ന് ഉറക്കം വരാനും അതിന് സാധ്യത വരുന്നുണ്ട്. വലത് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല മതങ്ങളിലും പറയുന്നുണ്ട് വലത് ചെരിഞ്ഞാണ് കിടക്കേണ്ടത് പറയുന്നുണ്ട്. അതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഈ വലത് ചെരിഞ്ഞ് കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഹൃദയം എന്ന് പറയുന്ന ഭാഗം മുകളിലാണെന്ന് തന്നെ ഹൃദയത്തിനും ഇതുപോലെ കുടിച്ചു വരില്ല. ഇടത് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിലോ ഈ ഹൃദയവും ശ്വാസകോശവും ആമാശയും എല്ലാം കൂടി ഒരു കുടിസായതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള പ്രശ്നം വന്നുകൊണ്ട് ഹൃദയം ചുരുങ്ങും, വല്ലാണ്ട് വികസിക്കാനും പറ്റില്ല. അത് ഹൃദയത്തിന്റെ ഔട്ട്പുട്ട് കുറയും, ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഹൃദയത്തിന്റെ ഫംഗ്ഷനിങ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓക്സിജൻ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇതൊക്കെ ഹൃദയ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ 2 പോയിന്റ് കിട്ടി. ഹൃദയ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളും ശ്വാസകോശ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളും അവർ വലത് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ആരാണ് ഇടത് ചെരിഞ്ഞ് കിടക്കേണ്ടത്? അതായത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ട്, നെഞ്ഞിരിച്ചിന്റെ ബുദ്ധിമുട്ട്. നെഞ്ഞിരിച്ചിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മുകളിലോട്ട് ഭക്ഷണം കയറി വരിക, തരിപ്പിൽ പോകുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതിന്റെ കാരണം ഇവിടെ നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് ഇവിടെ വരുന്ന വലതുവശത്ത് നിൽക്കുന്ന നമ്മുടെ ആമാശയത്തിന്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ മതി. ഒരു പാത്രം പോലെയാണല്ലേ. അതായത് നമ്മുടെ ആമാശയത്തിന്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ മതി, ഒരു പാത്രം പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതായത് ഭാഗത്തിന് ഇങ്ങനെയാണ് ശരിക്കും ആമാശയം നിൽക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഈ പാത്രത്തിലോട്ട് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ലോഡായിട്ട് കിടക്കും നാം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഭക്ഷണം ഇവിടുന്ന് ഇങ്ങനെ ദഹനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പൊസിഷനിൽ നാം ഇങ്ങനെ കിടക്കുവാണെങ്കിൽ, അതായത് ഈ പറയുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ മുകളിലോട്ട് കയറും. ഇത് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഭക്ഷണം നേരെ മുകളിലോട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കും. അതാണ് പുറത്തോട്ട് വരാനുള്ള സാധ്യത. നെഞ്ഞിരിച്ചിട്ട് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും നാം വലത് ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ ഇടത് ചെരിഞ്ഞ് കിടന്നാലോ? നമ്മൾ ഈ പറയുന്ന പ്രകാരം തന്നെ നാം ഇടത് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഒരു പാത്രം പോലെ കിടക്കും. ഇതൊരു പാത്രം പോലെ കിടക്കുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു പാത്രം പോലെ ഇത് കിടക്കും. അങ്ങനെ ആകുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിനുള്ളിൽ ഇങ്ങനെ കിടക്കും. ഇതിന് മുകളിലോട്ട് പോകില്ല. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ ഭക്ഷണം മുകളിലോട്ട് പോകില്ല. കാരണം ഗുരുത്വാകർഷണ ബലം മൂലം താഴോട്ടായിരിക്കും ഭക്ഷണം കിടക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലെ തന്നെ ഭക്ഷണം കിടക്കും. ഈ ഭക്ഷണം മുകളിലോട്ട് കയറില്ല. അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിന് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന അന്നനാളത്തിന്റെ ഭാഗത്തോട്ട് എന്ത് വരില്ല? ഭക്ഷണ പദാർത്ഥങ്ങൾ വരില്ല. അത് കാരണമായിട്ട് നെഞ്ഞിച്ചിലിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടത് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഗ്യാസിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, ഈ നെഞ്ഞിച്ചിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വലത് ചെരിഞ്ഞ് കിടക്കാനാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ കിടക്കുന്ന ആളുകൾ ഹൃദയ സംബന്ധമായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത്, അവർ ഒരിക്കലും തന്നെ ആഹാരം കഴിച്ച ഉടനെ കിടക്കാനേ പാടില്ല. ഇതൊരു വലിയൊരു മരുന്നാണ്. ഇത് വലിയൊരു മരുന്നാണ്. ഹൃദയ സംബന്ധമായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടും ആസ്മ, COPD പോലത്തെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഒരിക്കലും തന്നെ ഇടത് ചെരിഞ്ഞ് കിടക്കുന്നത് മാക്സിമം കുറയ്ക്കുക. ഒരിക്കലും കിടക്കണം എന്ന് പറയുന്നില്ല, മാക്സിമം കുറയ്ക്കുക. കാരണം ചില കംഫർട്ട്നെസ് അവർക്കുണ്ടാകും. വലതുവശം ഒരുപാട് നേരം കിടന്നു, പിന്നെ കുറച്ച് നേരം ഇടതുവശം കിടക്കുക, അതിൽ പ്രോബ്ലം ഇല്ല. ശ്രദ്ധിക്കേണ്ടത്, അവർ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന വിങ്ങൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഹൃദയത്തിന്റെ വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കില്ല. ശ്വാസകോശത്തിൽ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവും യഥാവധി കുറവായിരിക്കും. അതുകൊണ്ട് ഹൃദയ സംബന്ധം ബുദ്ധിമുട്ടുള്ള ആളുകൾ ആഹാരം കഴിച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കിടക്കുക. ആ കിടത്തം വലത് ചെരിഞ്ഞ് കിടക്കുകയും ചെയ്യുക. മാക്സിമം ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്ന രീതിയിലേക്കുള്ള ഭക്ഷണമായിരിക്കണം രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കിടത്തം എന്ന് പറയുന്ന ഒരു പൊസിഷനിലൂടെ ഒരു മരുന്നാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ മരുന്നിന്റെ പ്രത്യേകത, ഇതിന് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല. താങ്ക് യു.